സോ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്തോ സംഭവം വന്ന ഒരു കോൾ വന്നപ്പോൾ കട്ടായിപ്പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ BCom സ്റ്റുഡൻസോ BBA സ്റ്റുഡൻസോ ഒന്നും, ഇനി BA ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഏത് ഡിഗ്രിക്കാർക്കും പഠിക്കുക. അതിന് വലിയ ഉദാഹരണമാണ് ഈ അക്കൗണ്ടൻസും സ്റ്റാറ്റും ഒന്നും ഇഷ്ടമല്ലാത്ത ഞാൻ, അറിയാതെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഞാൻ വന്ന് പെട്ടത് MBAയിലായിരുന്നു. ഫസ്റ്റ് മന്തൊക്കെ ഞാൻ നിർത്തിപ്പോണമെന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ നിങ്ങൾ അതിനനുസരിച്ച് ഡെഡിക്കേഷൻ കൊടുത്താൽ നമുക്കങ്ങനെ MBAയിൽ ഫെയിൽ കേസസ് ഒന്നും വളരെ കുറവാണ്. 1-2 കുട്ടികൾ. അത് ഈ BNU യൂണിവേഴ്സിറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ ചുമ്മാ എന്താ പറയുക അറിയില്ലെന്ന് വിചാരിച്ച് വിടരുത്. എന്തെങ്കിലുമൊക്കെ ഗ്യാസ് എഴുതി വിടുക. തിയറി പേപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വിടാം. മെയിൻ ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾ ഗ്യാസ് നിറച്ച് കൂട്ടിയാൽ മതി. ഒരു സീനും ഇല്ല. നിങ്ങൾ ഒരിക്കലും എന്താ പറയുക പേപ്പർ ബ്ലാങ്ക് ആക്കി വിടരുത്. ബ്ലാങ്ക് ആക്കി വിടുമ്പോൾ അയ്യോ സംതിങ് എന്താ പറയുക അവർ വിചാരിക്കും കുട്ടിക്കൊന്നും അറിയില്ല. സോ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് പേപ്പർ ഫില്ല് ചെയ്ത് സാധനം അതിലുണ്ടായാൽ മതി. അത് സംഭവം ചുമ്മാ ഫുള്ള് ഗ്യാസ് നിറച്ചിട്ട് കാര്യമില്ല കേട്ടോ. 1-2 ഇപ്പം മെയിൻ ഹെഡിങ് വരുമ്പോൾ അത് തന്നെ കുറേ സബ് ഹെഡിങ്സ് ഉണ്ട്. ആ സബ് ഹെഡിങ്സ് മാത്രം നിങ്ങൾ കാണാതെ പാഠം പഠിച്ചിട്ട് ബാക്കി ഉള്ളിലുള്ളതൊക്കെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ എഴുതി വിട്ടാൽ മതി. ഇത് ഒരു ചെറിയൊരു ട്രിക്ക് മാത്രമാണ് കേട്ടോ. പിന്നെ നമുക്ക് 3rd സെമ്മിൽ 12 സ്പെഷ്യലൈസേഷൻ ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് മാർക്കറ്റിംഗും HR ആണ്. സോ ഞാൻ ഒന്നാമത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു ടൈപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റിംഗ് ആണ് എടുത്തിട്ടുള്ളത്. എനിക്ക് മാർക്കറ്റിംഗ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ HR, ഹ്യൂമൻ റിസോഴ്സ് സാധനങ്ങളൊക്കെ, പീപ്പിൾ മാനേജ്മെൻറ്റും സംഭവങ്ങളൊക്കെ. അപ്പം അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് MBAനെ കുറിച്ച് അറിയേണ്ടത് നിങ്ങൾ പറ. പിന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതാണ്. എല്ലാ കോളേജും 100% ഇപ്പം 100 കുട്ടികൾ പഠിച്ചാലും 110 കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് തരുന്നൊക്കെ പറയുന്ന വാഗ്ദാനങ്ങളുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എക്സാംസ് എല്ലാം എഴുതി ഞാൻ പാസ്സായി, കുഴപ്പമില്ല. എനിക്ക് തിയറി ബേസ് എല്ലാം നല്ല എല്ലാ കാര്യങ്ങളും അറിയും. പക്ഷേ ഒരു പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വരുമ്പോൾ, അതായത് ഒരു കമ്പനിയിലേക്കൊക്കെ എന്നെ പിടിച്ചിടുമ്പോൾ എനിക്ക് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരാളെ കാണുമ്പോൾ പേടി, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വിറയ്ക്കുക, ഒരു കോൺഫിഡൻസ് എൻ്റെ മുഖത്തില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും കോളേജിൽ പ്ലേസ്മെൻറ്റ്സ് കിട്ടില്ല. അവരുടെ ലാംഗ്വേജ്, നിങ്ങൾ പുറത്ത് നിങ്ങളെ നാട്ടിൽ MBA പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങൾ പഠിക്കുന്നത്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് നിങ്ങൾക്ക് സെറ്റാവാം. നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും. എല്ലാ ഫാക്കൽറ്റീസും ഒരു മലയാളി സാറെങ്ങാണ്ടുണ്ട് നമുക്ക്. ആ സാറിനി ഇപ്പോൾ ലാസ്റ്റ് ഇയറാണ് സാറ് വന്നത്. അതുവരെ ഫുൾ തമിഴ്, കന്നഡ, വേറെ ഏതൊക്കെയോ സ്റ്റേറ്റിലുള്ള ടീച്ചേഴ്സൊക്കെയാണ്. സോ മലയാളത്തിൽ എന്തായാലും നമുക്ക് ക്ലാസ് പറ്റില്ല. സോ അവർ ക്ലാസ് എടുക്കൽ ഇംഗ്ലീഷിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ നമ്മളൊരു കാര്യം മാമിനോട് പോയി സംസാരിക്കാനോ, പിന്നെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാം നമുക്കാണ് ഏൽപ്പിച്ചത്, നമ്മളത് വൃത്തിക്ക് നടത്തി കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫാക്കൽറ്റീസിനോട് സംസാരിക്കുന്നത്, നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് സെറ്റായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ്റർവ്യൂ ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഒരു HR അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിന് എന്തൊക്കെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അതങ്ങനെയൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യാവുന്ന, മാത്രമല്ല പീപ്പിൾസിനെ നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്കില്ലുള്ള ആൾക്കാർക്കാണ് പ്ലേസ്മെൻറ്റ്സ് കിട്ടുക. 100-ൽ 110 കുട്ടികളും ഒരു കോളേജിലും പ്ലേസ്ഡ് ആയിട്ടില്ല. ഇപ്പം കോശീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇപ്പം 110-ലും കൂടുതൽ പ്ലേസ്ഡ് ആയി. നമുക്ക് ടോട്ടൽ 180 സ്റ്റുഡൻസ് ആണെങ്കിലും 110ഓളം കുട്ടികൾ പ്ലേസ്ഡ് ആയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കുട്ടികൾ ഇപ്പോൾ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ബാക്കി 60-70 കുട്ടികൾ, 60 ഇല്ല 50 കുട്ടികൾ എങ്ങാണ്ട് ഇപ്പോൾ ക്ലാസ്സിൽ വരുന്നുള്ളൂ 4th സെം. അതും പ്ലേസ്ഡ് ആവാത്ത. ഇത് 4th സെം പകുതി ആകുമ്പോഴേക്കും എല്ലാ കുട്ടികളെയും എങ്ങനെയും പ്ലേസ്ഡ് ആക്കിയിട്ട് കോളേജിൽ നിന്ന് എടുത്ത് കളയും. പിന്നെ അറ്റൻഡൻസ് പ്രശ്നമല്ല, കാരണം നമ്മൾ ജോബ് ഓഫർ ലെറ്റർ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അറ്റൻഡൻസ് ഒരു ഇഷ്യൂ അല്ല. നമുക്ക് മുന്നത്തെ അറ്റൻഡൻസിൻ്റെ രീതിക്ക് നമുക്ക് കോളേജ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ സമയമാകുമ്പോൾ നമ്മൾ എക്സാമിന് ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും, അത് അടക്കുക, നമ്മൾ പോവുക, എക്സാം എഴുതാം, പരിപാടി കഴിഞ്ഞു. ഇതിപ്പം സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ മന്തിലെ സ്റ്റാർട്ടിങ് ഡേറ്റ്സ് ആണ് ഇപ്പോൾ. ഐ തിങ്ക് 10th.
അപ്പം അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നെക്സ്റ്റ് മന്തൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് എക്സാമൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും ഡിസംബറോട് കൂടെ നമ്മുടെ ക്ലാസ് എല്ലാം കഴിയും. സോ ഇപ്പം ഞാൻ പ്ലേസ്ഡ് ആണ്, സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് കോഷ്യസ് കോളേജിൽ MBA എന്ന് പറയുന്നത് സെറ്റാണ്. നിങ്ങൾക്ക് മറ്റുള്ള കോളേജിൽ 6 ലക്ഷം 4 ലക്ഷം 7 ലക്ഷം 10 ലക്ഷമൊക്കെ കൊടുത്ത് പഠിക്കുന്ന നേരം കൊണ്ട് ഇവിടുത്തെ 3.5 ലക്ഷത്തിൽ ഈ കോറ് MBA ഒക്കെ അടിപൊളിയാണ്. നല്ല പാക്കേജാണ്, നല്ല അക്കാദമിക് ആണ്. ആസ് എ സ്റ്റുഡൻറ്റ്, കോഷീസിലെ സ്റ്റുഡൻ്റ് എന്ന രീതിക്ക് ഞാൻ ചൂസ് ചെയ്തത് ഒരിക്കലും എനിക്ക് വേസ്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനമല്ല. കോഷീസ് എന്ന് വെച്ചാൽ MBA, ഞാൻ ഒരു MBA സ്റ്റുഡൻ്റ് ആയിട്ട് MBAനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ കോഷീസിലെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡിഗ്രീനെ കുറിച്ചും കുറേയൊക്കെ അറിയാം. കാരണം അവിടുത്തെ ഫാക്കൽറ്റീസായിട്ടും ഞാൻ കമ്പനിയാണ്, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഫാക്കൽറ്റീസിനും നല്ല പരിചയമുണ്ട്. സോ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ ചെറിയ പാക്കേജിലൊക്കെ ക്യാമ്പസ് ഒന്നും വല്ലാണ്ടില്ല, നമുക്ക് വലിയ ക്യാമ്പസ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ക്യാമ്പസിൽ ഈ ചെറിയ പാക്കേജിൽ പഠിച്ചിറങ്ങാൻ പറ്റിയ കോളേജാണ്. സോ മോർ ഡീറ്റെയിൽസ്, കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. MBA എന്നല്ല, അവിടുത്തെ നഴ്സിംഗ് ആണെങ്കിലും അലൈഡ് കോഴ്സ് ആണെങ്കിലും UG മാനേജ്മെൻറ്റ് കോഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഉള്ള BHM ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. സോ ടാറ്റാ. ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയാം കേട്ടോ, അറിയിക്കാം, ചോദിക്കാം എന്നോട്. ബൈ ബൈ.